ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ദ ഹണി ദ മാംഗോ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ ഒന്ന് ആദ്യം പരിചയപ്പെടാം. അത് എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. 1908 1994 എന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു പ്രശസ്ത മലയാള സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മനുഷ്യസ്നേഹിയും സ്വാതന്ത്ര്യ സമര സേനാനിയും നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് അദ്ദേഹം. ബാല്യകാലസഖി, ഇന്റുപ്പാപ്പ ഖുറാനുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികളിൽ ഉൾപ്പെടുന്നു. 1982 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്രയാണ് നമ്മളെ ഓദറിനെ കുറിച്ചിട്ട് അബൌട്ട് ദ ഓദർ എന്ന് ഇതിൽ പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ഫേമസ് മലയാളം റൈറ്റർ. ഹി ഈസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ. ഹി വാസ് എ ഹ്യൂമാനിസ്റ്റ്, ഫ്രീഡം figure, novelist and short story writer. His novelette work include ബാല്യകാലസഖി, ഇന്റുപ്പാപ്പ ഖുറാനുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, etc. He was awarded the Padma Shri by the Government of India in 1982. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്ന് പരിചയപ്പെടാം. ആക്ടിവിറ്റി 1 കൊടുത്തിട്ടുള്ളത് തിയേറ്റർ പ്രോഗ്രാമാണ്. എനാക്ട് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. You can make use of some photo properties along with background music. അതായത് ഈ ഒരു മനോഹരമായ ഈ ഒരു പാഠം ദ ഹണി മാംഗോ ട്രീ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടെ ക്ലാസ്സിൽ ആക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം. ആക്ടിവിറ്റി 2 നോക്കാം. Read the story The Honey Mango Tree and find sentence related to the picture given here. Write the sentence under each picture. നമ്മൾ ഈ ദ ഹണി മാംഗോ ട്രീ വായിച്ചില്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സെൻറ്റൻസ് ഓരോ പിക്ചറിൻ്റെ താഴെയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 പിക്ചർ നോക്കാം. ഫസ്റ്റ് എന്താ കാണുന്നത് പിക്ചറിൽ? ഒരു കുട്ടി മാംഗോ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇത് റഷീദിൻ്റെ ആ മകന് വന്ന അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാംഗോ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? അയാൾ റഷീദ് എന്ത് ചെയ്യുന്നുണ്ട്? മാംഗോ ട്രീ പറിച്ചെടുക്കുന്ന ഒരു പിക്ചറാണ് കാണുന്നത്. ഇനി നമുക്ക് പാഠവുമായി ബന്ധപ്പെടുത്തിയിട്ട് സെൻറ്റൻസ് എഴുതണം. എന്തെഴുതാം? അപ്പോൾ എന്താ ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്നത്? റഷീദ് സൺ ഗേവ് ടു ഓദർ സം മാംഗോസ് റാപ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. സെക്കൻഡ് പിക്ചറിലോ ആരാണ്? റഷീദ് കെയർഫുള്ളി uprooted the saplings and brought it home. എന്താണ് ഫസ്റ്റ് പിക്ചറിൽ? റഷീദിൻ്റെ സൺ ആർക്ക്? നമ്മളെ ഓദറിൻ്റെ മാംഗോസ് ഒരു പാത്രത്തിൽ പൊതിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ രണ്ടാമത്തേൽ? റഷീദ് എന്താ ചെയ്യുന്നത്? നല്ല കെയർഫുള്ളായിട്ട് ആ മരം പറിച്ചെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? ഓൾഡ് മാന് ട്രീൻ്റെ താഴെയായിട്ട് കിടന്നുറങ്ങുന്നത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളതെങ്ങനെ പറയും? എന്താണ്? ദ ഓൾഡ് മാൻ ലൈയിങ് അണ്ടർ എ ട്രീ. അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? അസ്മ പ്ലാന്റിന് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ. എങ്ങനെ എഴുതാം? അസ്മ വാട്ടേർഡ് ദ സാപ്ലിംഗ് എവറി ഡേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ഇത്രയേ ഉള്ളൂ. കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ ഹണി മാംഗോ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷന് ഇതിന് മുന്നിലുള്ള വീഡിയോയിലുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. പാഠം നന്നായിട്ട് വായിച്ചിട്ട് ആക്ടിവിറ്റീസൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.